അത് ഒരു പഴയ നിയമത്തിലേക്ക് പോകേണ്ടി വരും. കാരണം ഈ 10 കൽപ്പനയുണ്ട്, അതിനകത്ത് 8 അരുതുകളാണ്. ഇതാണ് ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ബേസ്. അതുകൊണ്ട് എന്ത് ചെയ്യാം എന്ന് പറയുന്നതിനേക്കാൾ എന്ത് ചെയ്യരുത് എന്ന് പറയാനാണ് മനുഷ്യർ പൊതുവെ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ പാപപുണ്യങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി പോലും നഷ്ടപ്പെടുത്തുകയാണ് അല്ലേ. ഞാൻ ചെയ്യുന്ന പാപമാണെന്ന് ചിന്തിച്ചിട്ട് പുറകിലേക്ക് പിന്മാറുന്നതിനേക്കാൾ കൂടുതൽ എനിക്കുള്ള ക്രിയേറ്റിവിറ്റി പോലും അത് അരുതാണ്. ഞാൻ ഇങ്ങനെ നിൽക്കാവൂ ഒരു ഫ്രെയിം വർക്കിനകത്ത്. ഈ ഫ്രെയിം വർക്കിനകത്ത് ഒരുപാട് ഫ്രീഡം തന്നതാണ് ക്രൈസ്റ്റ്. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ, അതിനേക്കാൾ വലിയ ജഡ്ജ്മെൻ്റ് എന്താണ് അല്ലേ. അപ്പോൾ ആ ഈ പാപപുണ്യങ്ങളെക്കാൾ കൂടുതൽ അതിനകത്തുള്ളൊരു ഒരു ഒരു ക്രിയേറ്റിവിറ്റി, അതിൻ്റെ ഒരു പുതുമ, അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ അംഗീകരിക്കാൻ, അതൊക്കെ സ്വീകരിക്കാൻ കഴിയണം. ഈ എല്ലാ വിലക്കുകളും, ഈ വിലക്കുകൾ കൂടിയെടുത്താണ് വിലക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നത് അല്ലേ. വിലക്കുകൾ അധികം ഇല്ലെങ്കിൽ പിന്നെ അവരങ്ങ് സന്തോഷമായിട്ട് ജീവിക്കും.